മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 68-ാം സങ്കീർത്തനം 34-ാം തിരുവാക്യം. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. സങ്കീർത്തകൻ എന്താണ് നമ്മോട് പറയുന്നത്? ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. നമ്മൾ എന്തിനാണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? നമ്മുടെ കർത്താവിൻ്റെ ശക്തി ഏറ്റുപറയുവാനാണ്. നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം ഏറ്റുപറയുവാനാണ്. ഇന്നോളം നമുക്ക് നൽകിയ സകല നന്മകളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനാണ്. ഈ വചനം നമുക്ക് തരുന്ന സന്ദേശം സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും നമുക്ക് കർത്താവിനായി സമർപ്പിക്കാം. നമ്മുടെ സമർപ്പണത്തെ വിശുദ്ധീകരിക്കുവാനായി, നമ്മുടെ സമർപ്പണത്തെ ശക്തിപ്പെടുത്തുവാനായി നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു നിമിഷം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഇടിമിന്നൽ പോലെ ദൈവശക്തി നമ്മുടെ മധ്യ ഇറങ്ങി വരുന്ന സമയം കർത്താവിന്റെ സാന്നിധ്യത്താൽ സ്വർഗം നമ്മെ പ്രകാശിതരാക്കുകയാണ്. കർത്താവിന്റെ ജീവനുള്ള വചനത്താൽ അവിടെ നമ്മെ സുഖപ്പെടുത്തുകയാണ്. വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സമർപ്പണത്തെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവേ, യേശു ക്രിസ്തുവിന്റെ ധീരസാക്ഷികളാകുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് അഭിഷേകത്താൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ ഉണർത്തണമേ. കാലഘട്ടത്തിന് അഭിഷേകം നൽകണമേ. അന്ത്യകാല ശുശ്രൂഷയ്ക്കായി, ദൈവരാജ്യ വിസ്തൃതിക്കായി ജനകോടികളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വലിയ ആനന്ദത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. ഉണരൂ, ഉണരൂ തിരുസഭയെ, യേശുവിനെ ഘോഷിക്കുവാൻ. ഉണരൂ, ഉണരൂ ദൈവജനമേ, യേശുവിനെ ഉയർത്തിടുവാൻ. പരിശുദ്ധാത്മാവേ, പതിനായിരങ്ങളിലേക്ക് വരണമേ. ദൈവശക്തിയായി വരണമേ. ആമേൻ. ഉണരൂ ദൈവജനമേ, യേശുവിനെ ഉയർത്തിടുവാൻ. ഭാരതമാകവെ അഭിഷേകത്തിൽ കാറ്റായി വീശിടുവാൻ. ഭൂതലമാകവെ സുവിശേഷത്തിൽ മഴയായി പെയ്തിടുവാൻ. യേശുവേ, ലോകം മുഴുവനിലും സുവിശേഷത്തിന്റെ തീ കത്തട്ടെ. അനേകം ആയിരങ്ങൾ യേശുവിനെ നിത്യരക്ഷ സ്വന്തമാക്കട്ടെ. മഴയായി പെയ്തിടുവാൻ. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. ആ ബോധ്യത്തോടെ, ആ തീരുമാനത്തോടെ പാടുക എല്ലാവരും. പോരാളി, ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. കർത്താവേ, ഹൃദയങ്ങളെ തുറക്കണമേ, ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ.
ഞാനും അതിലൊരു പങ്കാളി. യേശുവിന്റെ പോരാളി. കരങ്ങൾ താഴ്ത്തിയടിച്ച് ജനലക്ഷങ്ങൾ ഉണർത്തപ്പെടുവാൻ, ജനകോടികൾ ആത്മാവിൽ നിറയുവാൻ. യേശുവിന്റെ പോരാളി, യേശുവിന്റെ പോരാളി, യേശുവിന്റെ പോരാളി. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന് ശക്തിയോടെ, പെരുവെള്ളത്തിൽ ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ തിരുനാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അവിടുത്തെ കൃപയുടെ കരങ്ങൾ നീട്ടണമേ. സുവിശേഷ വൽക്കരണത്തിന്റെ തീയായി ജനലക്ഷങ്ങളിൽ പരിശുദ്ധാത്മാവെ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ ലോകത്തിൽ ധീരതയോടെ പ്രവാചക സാക്ഷ്യം നൽകുവാനുള്ള ആത്മനിറവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. കാലഘട്ടത്തിന് അഭിഷേകമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000 അഭിഷേകം ചെയ്യണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. കർത്താവേ പ്രവർത്തിക്കണമേ, കർത്താവ് ഇടപെടണമേ. കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിൽ ഉണർത്തണമേ. സഭാ സമൂഹങ്ങളെ, സമർപ്പിത കൂട്ടായ്മകളെ പരിശുദ്ധാത്മാവിൽ ഉണർത്തണമേ. സാക്ഷികളാകുവാൻ ദൈവജനം മുഴുവനെയും ആത്മാവിനാൽ ഉണർത്തണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. പരിശുദ്ധമേ മാതാവേ, ധീരതയോടെ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സാക്ഷികളാകാൻ മടിക്കരുത്. സാക്ഷികളാകാൻ നാം മടിക്കരുത്. വളരെ പ്രാധാന്യതയുള്ള ഒരു സന്ദേശമാണിത്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? നമ്മൾ ഓരോരുത്തരും സാക്ഷികളായി മാറേണ്ടതിൻ്റെ ആവശ്യകതയാണ്. ശുലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8-ഉം 9-ഉം തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേര് കർത്താവ് പറഞ്ഞ ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഈ വചനത്തിൽ നമ്മൾ ശരിക്കും വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നമ്മുടെ ചിന്താഗതികൾ മാറും. നമ്മുടെ മനോഭാവങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ആരൊക്കെ ഭൂമിയിൽ ഏറ്റുപറയുന്നവോ അവരുടെ പേരുകൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിലും ദൂതന്മാരുടെ മുൻപിലും ഞാനും ഏറ്റുപറയും. മനുഷ്യപുത്രൻ ആരൊക്കെ ഏറ്റുപറയുവാൻ മടിക്കുന്നുവോ അവരുടെ പേരുകൾ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഏറ്റുപറയുവാൻ ഞാനും ലജ്ജിക്കും, ഞാനും മടിക്കും. വളരെ ഷാർപ്പായ ഒരു തിരുവാക്യമാണിത്. ഈ വചനം ശരിക്കും എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചു. ശരിക്കൊരു വിശുദ്ധ ഭയത്തിലേക്കാണ് ഈ വചനം നമ്മെ നയിക്കുന്നത്. നാം കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ മടിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മയും നിഷേധിക്കുമെന്ന് വ്യക്തമായി ഈ വചനത്തിലൂടെ ദൈവാത്മാവ് കാണിച്ചു തരികയാണ്. ഒരിക്കലൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചു,
മകനെ, ഈ ശുശ്രൂഷ വഴി നീ എന്താണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ കർത്താവിനെ അറിയിച്ചു. തിരിച്ചൊരു ചോദ്യം ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ പൊന്നു കർത്താവേ, ഈ ശുശ്രൂഷ വഴി അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? കർത്താവിനോട് പറഞ്ഞു, ഈ ശുശ്രൂഷ വഴി എൻ്റെ ജനം എൻ്റെ സാക്ഷികളാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ഓരോ ശുശ്രൂഷയും ദൈവജനം സാക്ഷികളാകുവാനാണ്. ഇന്ന് സഭയിൽ ആവോളം ബൈബിൾ കൺവെൻഷനുകളും വിവിധങ്ങളായ ധ്യാന ശുശ്രൂഷകളും സഭയുടെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകളെല്ലാം എന്തിനാ കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്? നമ്മൾ ഈ വിരുന്നിൽ പങ്കെടുത്ത് സംതൃപ്തരായി നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാനാണോ? അതുമാത്രമല്ല, ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ധീരതയോടെ നാം കർത്താവിന് സാക്ഷ്യം നൽകുവാനാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായൊരു മാർപ്പാപ്പയായിരുന്നു. മാർപ്പാപ്പ കൂടെ കൂടെ സഭാമക്കളെ അറിയിച്ചിരുന്നൊരു കാര്യം ഇതാണ്: ഈ ലോകത്തിൽ കർത്താവിനായി നമ്മൾ പ്രവാചക സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രൈസ്തവരായ നമ്മൾ ധീരതയോടെ ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിനായി പ്രവാചക സാക്ഷ്യം നൽകണം. ഇതാണ് ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വം. കർത്താവ് സഭയ്ക്ക് തന്നിരിക്കുന്ന യൂണിവേഴ്സൽ മിഷൻ എന്താണ്? കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന സാർവത്രിക ദൗത്യം എന്താണ്? മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു അപ്പോസ്തലന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക. ഇതാണ് കർത്താവ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന സാർവത്രികമായ ദൗത്യം. വാഴ്ത്തപ്പെട്ടപ്പോൾ 6-ാമൻ മാർപ്പാപ്പ സഭയ്ക്ക് സമ്മാനിച്ച മനോഹരമായ ചാക്രിക ലേഖനമാണ് ഇവാഞ്ചലൈസേഷൻ ഇൻ ദ മോഡേൺ വേൾഡ്. സുവിശേഷവൽക്കരണ ആധുനിക ലോകത്തിൽ. ഈ ചാക്രിക ലേഖനത്തിൽ ഒരു പ്രവാചക ശബ്ദത്തോടെ മാർപ്പാപ്പ ദൈവജനത്തോട് പറയുകയാണ്, കർത്താവ് സഭയ്ക്ക് നൽകിയ ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഒരിക്കലും സഭയ്ക്കാവുകയില്ല. കാരണം അതൊരു ഓപ്ഷനിലല്ല. സഭയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക എന്നതല്ല. ഇറ്റ്സ് എ കമാൻഡ്. അത് കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. അത് സഭ ചെയ്തേ മതിയാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയുടെ അപമാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സഭ ഇന്ന് വളരെ ദുരിതത്തിലാണ്, സഭ ഇന്ന് കഷ്ടതയിലാണ്, സഭയ്ക്ക് ഇന്ന് ഒരുപാട് അപമാനങ്ങളുണ്ട്. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എന്താണ് സഭയുടെ അപമാനം? സഭയുടെ അപമാനം എന്ന് പറയുന്നത് സഭാമക്കളായ നമ്മൾ തന്നെയാണ്. കാരണം എന്താ? സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ആ ദൗത്യം മറന്ന് മറ്റു പലതിലേക്കും വഴിമാറിപ്പോകുന്നു. ഇതാണ് കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത്. നമ്മളെല്ലാം സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 10-ാം വചനത്തിൽ എന്താ കർത്താവ് പറയുന്നത്? നിങ്ങളെൻ്റെ സാക്ഷികളാണ്. നമ്മെ നോക്കിക്കൊണ്ട് കർത്താവ് പറയാ, നിങ്ങളെൻ്റെ സാക്ഷികളാണ്. വീണ്ടും 43:12 വരിക. ആവർത്തിച്ച് കർത്താവ് തന്റെ ജനത്തോട് പറയാ, നിങ്ങളെൻ്റെ സാക്ഷികളാണ്. ഇതിൽ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വലിയൊരു മാതൃകയാണ്. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 16-ാം വചനത്തിൽ പൗലോസ് ശ്ലീഹ തൻ്റെ ഹൃദയം നമ്മുടെ മുമ്പിൽ തുറക്കുകയാണ്. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഇതാരാ സാക്ഷ്യം നൽകുന്നത്? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായൊരു മിഷണറി, സഭ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഒരു തിയോളജിയൻ, ദൈവശാസ്ത്രജ്ഞൻ, അറിവ് കൊണ്ടും അർപ്പണം കൊണ്ടും കരുത്തുള്ളവൻ. പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്, കർത്താവിൻ്റെ സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല.
ഓരോ ക്രൈസ്തവനും ഈ ഒരു മനോഭാവത്തിൽ വളരണം. സുവിശേഷവൽക്കരണത്തോട് കർത്താവിന് സാക്ഷ്യം നൽകേണ്ട ആവശ്യകതയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഇതായിരിക്കണം. സാക്ഷ്യം നൽകുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പൗലോസ് ലജ്ജിക്കാഞ്ഞത്? പൗലോസിന് അറിയാമായിരുന്നു കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ച്. തൊട്ടടുത്ത വചനത്തിൽ പൗലോസിലേക്ക് രേഖപ്പെടുത്തുകയാണ്, കാരണം വിശ്വസിക്കുന്ന ഏതൊരുവനെയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഈ ഒരു വെളിപാട് അപ്പോസ്തലന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചിരുന്നു. അതുകൊണ്ട് പൗലോസ് ധീരതയോടെ സാക്ഷ്യപ്പെടുത്തി, കർത്താവിൻ്റെ സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ അടിസ്ഥാന പ്രശ്നം എന്താ? നമുക്ക് പരസ്യമായി കർത്താവിനെന്ന് ഏറ്റുപറയാൻ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ, നമ്മുടെ ഓഫീസിലാകാം, നമ്മുടെ ബിസിനസ് മണ്ഡലത്തിലാകാം, നമ്മൾ പഠിക്കുന്ന കോളേജിലാകാം, നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസിലാകാം, നമ്മുടെ ഭവനത്തിലാകാം, ഇടവകയിലാകാം, ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന വിവിധങ്ങളായ മേഖലകളിലാകാം. അവിടെ പരസ്യമായി കർത്താവിന് സാക്ഷ്യം നൽകാൻ നമുക്ക് എത്ര പേർക്ക് അഭിമാനമുണ്ട്? ഇന്ന് സഭയുടെ ദുരിതത്തിൻ്റെ കാരണം ഇതാ. സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരെ മറ്റു പലതും പറഞ്ഞ് ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഭാരതത്തിന് അപ്പോസ്തലനായ മാർ തോമാസ് ശ്ലീഹ കർത്താവിൽ നിന്ന് ഈ ദൗത്യം സ്വീകരിച്ച് ഭാരത മണ്ണിലേക്ക് സുവിശേഷമായി കടന്നു വരുവാൻ തോമാസ് ശ്ലീഹ മടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ ക്രൈസ്തവ സഭകളുടെ അവസ്ഥ വേറൊരു രീതിയിലാകുമായിരുന്നു. ഫ്രാൻസിസ് സേവ്യർ കർത്താവിൻ്റെ വചനത്തോട് യെസ് പറഞ്ഞ് തൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും വിട്ടെറിഞ്ഞ് കേരളത്തിൻ്റെ മണ്ണിലോട്ട് വന്നു, ഭാരതത്തിലോട്ട് വന്നു, ജനലക്ഷങ്ങളെ കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു. ഇവിടെ വിശ്വാസം തീ പോലെ കത്തിപ്പടർന്നു. ഇതുപോലെ മറ്റു പല വിശുദ്ധാത്മാക്കളും ഇവരെല്ലാം സാക്ഷികളാകാൻ മടിച്ചിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം അവസ്ഥ എന്താകുമായിരുന്നു? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന ശുശ്രൂഷയുടെ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന് ജനമായ നമ്മൾ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ ലജ്ജിക്കരുത്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ തൻ്റെ സഭാഭരണ കാലത്ത് കൂടെ സഭ അറിയിച്ച ഒരു സന്ദേശമായിരുന്നു, ഈ ലോകത്തെ രക്ഷിക്കുവാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് മാത്രമേ സാധിക്കൂ. ഒരു പ്രവാചക ശബ്ദത്തോടെ സഭാമക്കളെ മാർപ്പാപ്പ അറിയിച്ചു, കർത്താവിൻ്റെ സുവിശേഷത്തിന് മാത്രമാണ് ഈ ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബെനഡിക്ട് പാപ്പ പറഞ്ഞ ഈ പ്രസ്താവന നമ്മൾ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നുവെങ്കിൽ നമ്മളിങ്ങനെ പോയാൽ മതിയോ? നമ്മളിങ്ങനെ ഇരുന്നാൽ മതിയോ? ഉറക്കം തൂങ്ങി, മയക്കത്തിലായി, നിസ്സംഗതയിലായി നമ്മൾ നമ്മുടെ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ കർത്താവിൻ്റെ രാജ്യത്തിന് വിസ്തൃതി ഉണ്ടാവുകയില്ല, സഭയ്ക്ക് വളർച്ചയുണ്ടാവുകയില്ല. അനേകം ആത്മാക്കൾ നിത്യനരകത്തിൽ നിബന്ധിക്കും. ഈ സത്യം തിരിച്ചറിഞ്ഞ് എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കുവാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളെ, ദൈവം ദാനമായി നൽകി നമ്മുടെ മക്കളെ, നമ്മുടെ തൊഴിൽ മേഖലകളെ, നമ്മുടെ സാധ്യതകളെ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അവസരങ്ങൾ, ഇതിലൂടെ എല്ലാം കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണം. എൻ്റെ സഹോദര സഹോദരി, നമുക്ക് എന്തുമാത്രം സാധ്യതകൾ ദൈവം തന്നിട്ടുണ്ട്, നമുക്ക് എന്തുമാത്രം അവസരങ്ങൾ നമ്മുടെ മുൻപിൽ തുറന്നു കിടക്കുന്നുണ്ട്. ദൈവം തന്നിരിക്കുന്ന സമ്പത്ത്, ദൈവം തന്നിരിക്കുന്ന സ്വാധീനങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന ബന്ധങ്ങൾ, ഇതിലൂടെയെല്ലാം എന്തുമാത്രം കർത്താവിനെ ഉയർത്തുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മുടെ അടിസ്ഥാന പ്രശ്നം, എന്തിനാ ഇപ്പോൾ ലാപ്പിന് പോകുന്നത്? എന്തിനാ വെറുതെ വിഷയം വരുത്തി വയ്ക്കുന്നത്? സാക്ഷ്യം നൽകാൻ പറ്റിയ അന്തരീക്ഷമല്ല ഇതെന്ന് പറഞ്ഞ് നമ്മൾ പലരും ദൗത്യം മറന്ന് പിന്മാറ്റത്തിലേക്ക് പോവുകയാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, സാക്ഷികളായില്ലെങ്കിൽ നമ്മളെല്ലാം പ്രതികളാകും. പ്രവാചകൻ എസെക്കിയേലിലൂടെ എന്താ കർത്താവ് നമ്മോട് പറയുന്നത്? 33-ാം അധ്യായം 8-ാമത്തെ വാക്യം, ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുകയും എന്നാൽ അവൻ അവൻ്റെ പാപ വഴിയിൽ നിന്ന് പിന്തിരിയുവാൻ നീ അവന് എൻ്റെ വചനം നൽകാതിരിക്കുകയും ചെയ്ത്
അവനവൻ്റെ പാപമാർഗത്തിൽ മരിച്ചാൽ അവൻ്റെ രക്തത്തിന് നിന്നോട് ഞാൻ പകരം ചോദിക്കും. എൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറിയൊരു തിരുവാക്യമാണിത്. എന്താ ഈ വചനം നമ്മോട് പറയുന്നത്? ഒരു പാപിയായ മനുഷ്യൻ ചിലപ്പോൾ നമ്മുടെ വീട്ടിലാകാം, നമ്മുടെ ബന്ധുമിത്രങ്ങളിലാകാം, നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസിലാകാം, നമ്മുടെ ഇടവക സമൂഹത്തിലായിരിക്കാം, നമ്മളുമായി ഇടപെടുന്ന ചില ഇടപാടുകളിലായിരിക്കാം. കർത്താവിൻ്റെ വഴിവിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയെ നമ്മൾ കണ്ട് ആ വ്യക്തി അവൻ്റെ പാപ വഴിയിൽ നിന്ന് പിന്തിരിയാൻ നമ്മൾ അവന് വചനം കൊടുക്കാതെ, നമ്മൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം അവനെ പങ്കുവെച്ച് കൊടുക്കാതെ അവൻ എന്ത് വിചാരിക്കും, അവളെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറി പോകുമ്പോൾ കർത്താവ് പറയാണ്, ആ വ്യക്തിയുടെ പാപത്തിൽ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന്, അവൻ്റെ നാശത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ അനേകരുടെ ആത്മനാശത്തിന് നമ്മൾ കണക്ക് പറയേണ്ടി വരില്ലേ? നമ്മളൊന്ന് എണ്ണി നോക്കി, ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി, എത്ര ആത്മാക്കളുടെ നാശത്തിന് നമ്മൾ കണക്ക് പറയേണ്ടി വരും? ഒരുപാട് അവസരങ്ങൾ ദൈവം തന്നു, നമ്മുടെ ഭവനത്തിൽ തന്നില്ലേ, നമ്മുടെ ഇടവകയിൽ തന്നില്ലേ, നമ്മുടെ ജോലി സ്ഥലത്ത് തന്നില്ലേ, നമ്മൾ പ്രവർത്തിക്കുന്ന പല പ്രവർത്തന മേഖലകളിലും തന്നില്ലേ. പക്ഷെ അവൻ എന്ത് വിചാരിക്കും, അവൾ എന്ത് വിചാരിക്കുന്നു ചിന്തിച്ച് നമ്മൾ ലജ്ജിതരായി, നമ്മൾ മടിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനെ നിഷേധിക്കുക ചെയ്തത്. നമ്മൾ ചിന്തിക്കും പത്രോസ്ലീഹ കർത്താവിനെ പരസ്യമായി നിഷേധിച്ചതുപോലെ അതുമാത്രമാണ് നിഷേധിക്കുന്നത്. അല്ല, സാഹചര്യങ്ങൾ കിട്ടിയിട്ടും കർത്താവിനെ കുറിച്ച് പറയുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടും ഞാൻ ഭയം മൂലം, നാണം മൂലം ഞാനത് ഏറ്റുപറയുന്നില്ലെങ്കിൽ കർത്താവിനെ നിഷേധിക്കുക, നമ്മൾ കർത്താവിനെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെളിപാട് പുസ്തകം 21 പറയുന്നത്, ഭീരുക്കൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ആരാണ് ഈ ഭീരുക്കള്? പട്ടിയെ കാണുമ്പോഴുള്ള പേടിയല്ല, തീ കാണുമ്പോൾ പേടിയല്ല, പാമ്പിനെ കാണുമ്പോൾ വരുന്ന പേടിയല്ല. അതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാഭാവിക ഭയങ്ങളാണ്. എന്താണ് ഈ ഭീരുത്വം? സാക്ഷികളാകാൻ വിളിക്കപ്പെട്ട നമ്മൾ സാക്ഷ്യം നൽകുന്നില്ല. എന്തുകൊണ്ട്? ഭയം. എന്തുകൊണ്ട്? നാണം മൂലം, ലജ്ജ മൂലം. അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാതെ പലപ്പോഴും സാക്ഷ്യം നൽകാതെ വരുമ്പോൾ നമ്മൾ ഭീരുക്കളായി മാറുക. കർത്താവ് പറയുക, അങ്ങനെയുള്ള ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര പേര് സ്വർഗത്തിൽ കർത്താവിനോട് കൂടി നിത്യതയിൽ വസിക്കും? നമ്മളോട് തന്നെ ചോദിക്കുക. ഇത് ആത്മശോധന ചെയ്യേണ്ട സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വ്യക്തികൾ നമ്മുടെ കേരള സഭയിൽ തന്നെ പതിനായിരങ്ങൾ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഒരുപാട് വ്യക്തികൾ വന്ന് വചനം കേട്ട് ദൈവസ്നേഹം അറിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നത്. ഇതിൽ ഒരു 25% പേരെങ്കിലും, വേണ്ട പോട്ടെ, ഒരു 5% പേരെങ്കിലും അവരായിരിക്കുന്ന മേഖലകളിൽ അവരുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കർത്താവിന് സാക്ഷ്യം നൽകിയാൽ സഭയ്ക്ക് എന്തുമാത്രം വളർച്ചയുണ്ടാകും, എന്തുമാത്രം ആത്മാക്കള് കർത്താവിൻ്റെ നിത്യരക്ഷ സ്വന്തമാക്കും. അതിനേക്കാൾ ഉപരി എന്തുമാത്രം നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിന് ആനന്ദമുണ്ടാകും. കർത്താവിൻ്റെ ഈ ആലോചനകൾ സ്വന്തമാക്കിക്കൊണ്ട് സാക്ഷികളാകുവാനുള്ള സമർപ്പണത്തോടെ വേണം ഈ ശുശ്രൂഷ വിട്ട് നമ്മൾ പോകുവാൻ. നമ്മൾ ഒരുപാട് വചനം കേട്ടവരാ, ഒരുപാട് ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്തവരാ, നല്ല കാര്യം. എന്നാൽ ഇന്ന് നമുക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാകണം. ഇനി ഞാൻ സാക്ഷ്യം നൽകുന്നില്ലെങ്കിൽ, ഇനി ഞാൻ ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ പങ്കെടുക്കുന്നില്ല എന്നുള്ള തീരുമാനം ഉണ്ടാവണം. നല്ല ശുശ്രൂഷയായിരുന്നു, നല്ല വചനമായിരുന്നു, നല്ല പ്രൈസ് ആൻഡ് വർഷിപ്പ് ആയിരുന്നു, നല്ല കൗൺസിലിംഗ് ആയിരുന്നു, എല്ലാം നല്ലതായിരുന്നു എന്നും പറഞ്ഞ് പോകാനല്ല. ഈ ശുശ്രൂഷകളിലൂടെ എല്ലാം ദൈവം നമ്മോട് പറയുന്നത്, മകനെ മകളെ, നീ എൻ്റെ സാക്ഷിയാണ്, നീ സാക്ഷിയാകണം. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തയ്യാറാകണം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 26, 27 തിരുവാക്യങ്ങൾ. അവിടെ പൗലോസ്ലീഹ എഫെസോസിലെ സഭ, ആ സഭയുടെ നേതൃത്വത്തെ വിളിച്ച് പൗലോസ്ലീഹ പറയുകയാണ്, ഇനി നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അവൻ്റെ നാശത്തിന് ഞാൻ ഉത്തരവാദിയല്ല. കാരണം ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ
അവരുടെ രക്തത്തിന് ഞാൻ ഉത്തരവാദിയല്ല. കാരണം പൗലോസിന് വ്യക്തമായി അറിയാമായിരുന്നു, സാക്ഷിയായില്ലെങ്കിൽ പ്രതിയാകും, സാക്ഷിയായില്ലെങ്കിൽ പ്രതിയാകും. അതുകൊണ്ട് പൗലോസ് കർത്താവ് തന്നെ പഠിപ്പിച്ച ആത്മീയ സത്യങ്ങളെല്ലാം സഭയ്ക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇത് തന്നെയായിരിക്കണം നമ്മുടെ മനോഭാവം. അവസരങ്ങൾ കിട്ടിയിട്ടും സാധ്യതകൾ ലഭിച്ചിട്ടും നാം സാക്ഷ്യം പറയുന്നില്ലെങ്കിൽ നാം മനസ്സിലാക്കുക, കർത്താവ് നമ്മളെ നിഷേധിക്കും. അവനെ നാം നിഷേധിക്കുമ്പോൾ അവൻ നമ്മെയും നിഷേധിക്കും. പൗലോസിന്റെ വാക്കുകൾ നമുക്കൊരിക്കൽ കൂടെ ഓർക്കാം. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. ഒരു സമർപ്പണത്തെ തയ്യാറായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകം നൽകണമേ. സാക്ഷികളാകാനുള്ള പുതിയ ആത്മനിറവ് ഞങ്ങൾക്ക് നൽകണമേ. സാക്ഷികളാകുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിസ്സംഗത, നിഷ്ക്രിയത്വം, മടി, അലസത, സംശയം കർത്താവ് എടുത്തു മാറ്റണമേ. ഈ അടിമത്ത കെട്ടുകളെല്ലാം അവിടെ നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സാധ്യതകള്, അവസരങ്ങള് കർത്താവിന്റെ വചനത്തിനായി, കർത്താവിന്റെ സുവിശേഷത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ ഒന്ന് പിതാവേ കരങ്ങൾ ഉയർത്തി ഞങ്ങളെ ആശീർവദിക്കണമേ. ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ആമേൻ. ഒരു പുതിയ സമർപ്പണത്തോടെ തുറന്നുള്ള ജീവിതം കർത്താവിനെ സാക്ഷി നൽകിക്കൊണ്ടാകട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യസ്നേഹമേ, തിരുഭോജ്യമായി നിറയണമേ. ദിവ്യകാരുണ്യമേ, തിരുജീവനായി. മഹത്വപൂർണനായ കർത്താവേ, പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന തിരുസാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, സാക്ഷികളാകാൻ മടിക്കരുത്. ഈ ലോകത്തിൽ ധീരതയോടെ കർത്താവിനായി പ്രവാചക സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ സത്യം തിരിച്ചറിഞ്ഞ് കൃപാവരങ്ങളാൽ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ശക്തി നമ്മളിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ ഭീരത്വം വിട്ടുമാറുവാൻ, സുവിശേഷത്തെ പ്രതിയുള്ള നാണം, ലജ്ജ, മടി, നിസ്സംഗത, നിഷ്ക്രിയത്വം കർത്താവിന്റെ അഗ്നിയാൽ അതെല്ലാം കരിഞ്ഞ് ചാരമായി പോകുവാൻ, നമ്മുടെ കുടുംബങ്ങൾ സുവിശേഷവൽക്കരണത്തിന്റെ കുടുംബങ്ങളാകാൻ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ സുവിശേഷവൽക്കരണത്തിന്റെ സമൂഹങ്ങളാകാൻ, നമ്മുടെ തലമുറകൾ സുവിശേഷവൽക്കരണത്തിന്റെ തലമുറകളായി മാറാൻ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മളെ ജ്വലിപ്പിക്കുന്ന സമയം, ദൈവശക്തി നമ്മുടെ ജീവിതത്തെ പുതുക്കുന്ന സമയം, ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ശക്തിയ നിറഞ്ഞിടുവാൻ ഉണർവയക്കണമേ നാഥ, ഞങ്ങൾ വിശുദ്ധിയ. പരിശുദ്ധാത്മാവേ, ദമ്പതികൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, അനേക യുവജനങ്ങളെ ധീരതയോടെ സാക്ഷികളാകാനുള്ള അഭിഷേകത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അനേകം ബഹുമാനപ്പെട്ട സമർപ്പിതരെ ദൈവവചനത്താൽ ഉജ്ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂട്ടായ്മകളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇടപെടുന്ന സമയം അനേകരിലേക്ക് സുവിശേഷത്തിന്റെ പുതിയ ദർശനങ്ങൾ നൽകി സ്വർഗം അനുഗ്രഹിക്കുന്ന സമയം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന കർത്താവേ. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് മറിയം സ്വർഗത്തിന്റെ ശബ്ദം. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ,